ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ ഓവൻ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അതിനായിട്ട് ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, പിന്നെ ക്യാരറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, ഒനിയൻസ് ചോപ്പ് ചെയ്ത്, പിന്നെ മയോ, പിന്നെ അതിൻ്റെ സോൾട്ട് ടേസ്റ്റ് ആൻഡ് പെപ്പർ പൗഡർ. ഇത്ര ഇതിന് ആവശ്യമുള്ളൂ. ഒരു പാൻ അടുപ്പേ വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. എല്ലില്ലാത്ത ചിക്കൻ വാങ്ങിച്ചതിന് ശേഷം അത് ക്യൂബ്സായിട്ട് അരിഞ്ഞതാണിത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഇതൊരു ബൗളിലേക്ക് കോരിയതിന് ശേഷം ഒന്ന് ആറിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. തീരെ അങ്ങ് ഒരുപാടൊക്കെ പൊടിച്ചില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തേയുള്ളൂ. ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ മയോണൈസ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കന് ഉപ്പ് ചേർത്തതായതുകൊണ്ട് അധികം വേണ്ട. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊരു ബൗളിലാക്കി വയ്ക്കാം. 2-3 ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫില്ലിങ്ങിന് എടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് രാവിലെ ഇത് റെഡിയാക്കുകയാണ്. ബണ്ണ് മുറിച്ചതിന് ശേഷം അതിനകത്തിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഇത് ചപ്പാത്തിക്കകത്തിലോ കുപ്പൂസിനകത്തിലോ ഒക്കെ വെച്ച് നമുക്കിതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. സോറി കേട്ടോ, ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഇച്ചിരി സൗണ്ട് പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കുകയും ചെയ്യാം. 2 ബണ്ണുകളിലും ഫില്ലിങ് നിറച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് 2 പേർക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാല ചീസും കൂടെ വെച്ചിട്ട് ഒന്ന് ഓവനകത്ത് വെച്ചോ അല്ലെങ്കിൽ പാനിനകത്ത് വെച്ചിട്ടോ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.